ഷാജി ചെമ്പിലോട് മലയാളത്തിലെ ആധുനിക കാലത്തെ നോവലിസ്റ്റുകളിൽ ഏറെ പ്രശസ്തയായ ആർ രാജശ്രീ ടീച്ചറുടെ ആത്രേയകം എന്ന നോവൽ വായിച്ചു. ആത്രേയകത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതെ എങ്ങനെ പോകാനാണ് അല്ലേ? ഒരുപാട് കഥകളും ഉപകഥകളും അനേകായിരം കഥാപാത്രങ്ങളും ഉൾച്ചേർന്ന മഹാസാഗരമാണ് മഹാഭാരതം. ആ മഹാഭാരത കഥയിലെ ഒരു കഥാപാത്രത്തെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ആത്രേയകം എന്ന നോവൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. മഹാഭാരതത്തെ മുൻനിർത്തി ഒട്ടേറെ പഠനങ്ങളും ഒട്ടേറെ നോവലുകളും കഥകളും സിനിമകളും ഒക്കെ നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. മഹാഭാരതത്തിലെ 18 പർവ്വങ്ങളിലൂടെയും കുട്ടിക്കൃഷ്ണമാരാർ നടത്തിയ യാത്രയാണ് ഭാരതപര്യടനം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ വേറിട്ട ഒരു വായനയാണ് മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന പുസ്തകത്തിനകത്ത് KC നാരായണൻ നടത്തിയിട്ടുള്ളത്. മഹാഭാരതത്തെ അധികരിച്ചു വന്ന നോവലുകൾ ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നവയും പ്രശസ്തമായവയുമുണ്ട്. അതില് VS ഖണ്ഡേക്കറുടെ യയാതി അത്തരം ഒരു നോവലാണ്. ശിവാജി സാവന്തിന്റെ കർണൻ എന്ന നോവൽ, കർണനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് കർണൻ എന്ന നോവൽ ശിവാജി സാവന്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ദ്രൗപദിയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിക്കപ്പെട്ട നോവലാണ് പ്രതിഭ റായിയുടെ ദ്രൗപദി. നമ്മൾ മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനായ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം, എന്നും രണ്ടാമൂഴക്കാരനായി കഴിയേണ്ടി വന്ന ഭീമസേനന്റെ കണ്ണിലൂടെയുള്ള മഹാഭാരത വായന ഒരു പ്രത്യേക കോണിലൂടെ MT നമുക്ക് മുന്നിൽ വരച്ചു വെച്ചു. അങ്ങനെ വിവിധങ്ങളായ മഹാഭാരത കഥകളും ഉപകഥകളും ഒക്കെ വിവിധ രൂപത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ നോവലുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു നോവലാണ് ആത്രേയകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാഭാരതത്തിലെ വായനക്കടയിൽ അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ കഥ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ കേട്ട അംബ അല്ലെങ്കിൽ ശിഖണ്ഡി എന്നൊക്കെ കേട്ട ഒരു കഥാപാത്രം, അങ്ങനെ ഒരു പേരിൽ മാത്രം അറിയപ്പെട്ട ആ കഥാപാത്രത്തെയാണ് നിരമിത്രൻ എന്ന പേരിൽ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആത്രേയകം എന്ന നോവൽ രാജശ്രീ ടീച്ചർ എഴുതിയിട്ടുള്ളത്. ആത്രേയകം എന്ന നോവലിനകത്ത് നമ്മൾ ഈ ആധുനിക കാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നവസംസ്കാര പഠനങ്ങളുടെ ഭാഗമായി നമ്മൾ പറയപ്പെടുന്ന എല്ലാ ഘടകങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫെമിനിസം നമുക്ക് ഇതിനകത്ത് കാണാം, ഭിന്ന ലിംഗങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, ദളിതിസം ഇതിനകത്ത് നമുക്ക് കാണാം, അതുപോലെ പാരിസ്ഥിതിക വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോ ഇതൊക്കെ ഉൾച്ചേർന്നതാണ് ഈ നോവൽ എന്ന് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ മുൻനിർത്തി കഥ പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ വ്യക്തി ബന്ധങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പല രൂപത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആത്രേയകമെന്ന ഭൂമിക വനഭൂമികയാണ്. പാഞ്ചാല രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതും എന്നാൽ അതിർത്തി ഗ്രാമമായത് കൊണ്ട് തന്നെ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയതുമായ ഒരു ഭൂമിക. അവിടെ അശരണരായവരെയും യുദ്ധങ്ങളിൽ പരിക്കുപറ്റി ജീവച്ഛവമായവരെയും അതുപോലെ ഉള്ളവരെയൊക്കെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലം, ആയുധ പരിശീലനത്തിനായി ചിലർ എത്തിച്ചേരുന്ന സ്ഥലം, ഔഷധങ്ങളുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു ആത്രേയകം എന്ന ഭൂമിക, വനഭൂമിക, അത് ഹസ്തിനിപുരത്തിന്റെ അവകാശവാദങ്ങൾ പലപ്പോഴും അവിടെ ഉണ്ടെങ്കിലും അതിന്റെ ക്ഷേമത്തിന് വേണ്ടി അവരൊന്നും ചെയ്യാറില്ല എന്ന് നോവലിനകത്ത് പറയുന്നുണ്ട്. പാഞ്ചാലദേശത്തിന്റെ ഭാഗമായ ആത്രേയകം എന്ന വനഭൂമിക സൃഷ്ടിച്ചെടുക്കുകയാണ് രാജശ്രീ ടീച്ചർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ടവർക്കൊക്കെ അവരുടേതായ കഥകളുണ്ട്. അതിൽ പലരുടെയും കഥകൾ വായനക്കാരന്റെ ഉള്ളു പൊള്ളിക്കുന്നവയാണ്, നമ്മുടെ കണ്ണ് നനയിക്കുന്നവയാണ് എന്ന് നമുക്ക് പറയാം. ആത്രേയകം എന്ന പുസ്തകത്തിന്റെ ബ്ലർബിനകത്ത് പിന്നുരയിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്:
ഇതിഹാസങ്ങളിൽ ഒരിടത്തും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ക്ഷാത്ര നാഗരികതയ്ക്ക് അപരിചിതമായ ആത്രേയകമെന്ന അജ്ഞാത ദേശം. രാജദ്രോഹികളും അജ്ഞാത ശവങ്ങളും അശരണരും രോഗികളുമെല്ലാം കൊണ്ടുതള്ളപ്പെടുന്ന ഔഷധഗന്ധം ആധാരസ്തുതിയായ ആത്രേയകത്തിലേക്ക് അഭയം തേടി എത്തിച്ചേരുന്ന നിരമിത്രൻ എന്ന അനാഥ യുവത്വം. പൗരുഷത്തിന്റെ ഘോഷാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും പിഴച്ചു പോകുന്ന, ജന്മഫലത്താൽ രാജമുദ്രകൾ മാഞ്ഞു തുടങ്ങിയ ആ അത്യപൂർവ കഥാപാത്രത്തെ മുൻനിർത്തി ധർമാധർമ്മങ്ങളും പാപപുണ്യങ്ങളുമെല്ലാം പലയളവിൽ പകുത്തെടുക്കപ്പെടുന്ന ജീവിതമെന്ന പ്രഹേളികയെ പുത്തനായി വ്യാഖ്യാനിക്കുന്ന രചന. കൊന്നും വെന്നും കീഴടക്കുന്നത് സ്വന്തം നിഴലിനെ തന്നെയാണെന്ന ഉൾക്കാഴ്ചയിലൂടെ ജയം എന്ന വാക്കിന്റെ അർത്ഥത്തെ അട്ടിമറിക്കുന്ന ഈ കൃതി രാജ്യങ്ങൾ തമ്മിലും മനുഷ്യർക്കിടയിലുമുള്ള സങ്കീർണ ബന്ധങ്ങളുടെ പൊരുൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. അർത്ഥവത്തായ കാര്യമാണ് ഈ പിന്നുരയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നോവലിന്റെ അന്തസത്ത എന്ന് നമുക്ക് പറയാൻ പറ്റും. നാന്ദിയും ഫലശ്രുതിയും മാറ്റി നിർത്തിയാൽ 71 അധ്യായങ്ങളാണ് ഈ നോവലിനകത്തുള്ളത്. നോവൽ ആരംഭിക്കുന്നത്, സാധാരണ നമുക്ക് നോവലിനകത്ത് മിക്കവാറും ഒക്കെ അവതാരിക കാണാം. പക്ഷെ അത്തരമൊരു അവതാരികയൊന്നും ഇല്ലാതെയാണ് ഈ നോവൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. നോവലിന്റെ ആദ്യ പേജിലേക്ക് വരുമ്പോൾ വായനക്കാരുടെ മുന്നിലേക്ക് ചില ചോദ്യങ്ങളാണ് എഴുത്തുകാരി മുന്നോട്ട് വെക്കുന്നത്. ഭൂമിയിൽ ശാശ്വതമായിരിക്കുന്നത് എന്താണ്? ഭയം. ഏറ്റവും പരിണാമിയായത് ഏത്? മനസ്സ്. വിജയമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കണ്ണീർ വീഴാത്ത നേട്ടങ്ങളെ. വജ്രത്തെക്കാൾ ബലമുള്ളത് എന്ത്? പിഴക്കാത്ത സൗഹാർദ്ദം. ആരാണ് വിഡ്ഢി? ഒരേ കല്ലിൽ തടഞ്ഞ് പല ഒരു വീഴുന്നയാൾ. ജ്ഞാനി ആര്? സഞ്ചാരി. ജീവിതത്തിന്റെ സൗന്ദര്യം എന്താണ്? അനിശ്ചിതത്വം. ഒരേ സമയം ഏറ്റവും സാഹസികമായതും ഏറ്റവും സ്വാസ്ഥ്യമേകുന്നതുമായ യാത്ര ഏത്? ഭയത്തിൽ നിന്ന് അഭയത്തിലേക്കുള്ള യാത്ര. എരിഞ്ഞാലും ഒടുങ്ങാത്തതെന്ത്? കാട്. മരിച്ചാലും വിടാത്തതേത്? ഈ ചോദ്യങ്ങൾക്ക് ശേഷമാണ് നാന്ദിയിലേക്ക് കടക്കുന്നത്. ഈ നോവൽ എങ്ങോട്ടേക്കാണ് വായനക്കാരനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ അർത്ഥതലങ്ങളാണ് എന്നതിന്റെ സൂചന നാന്ദിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് ജനമേജയന്റെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോയ പട്ടിക്കുട്ടിയും ആ പട്ടിക്കുട്ടിയെ അവിടെ നിന്ന് അടിച്ച് ആട്ടി അകറ്റുമ്പോൾ അതിന്റെ അമ്മ, ആ നായക്കുട്ടിയുടെ അമ്മ സരമ എന്ന നായി വന്ന് ജനമേജനോട് പറയുന്നത്. ജനമേജൻ അഭയത്തിനോളം പുരോഹിതരെ മാറി നോക്കി. സാരവും നിസാരവും അർഹതയും ഒക്കെ ആപേക്ഷികമാണ് ജനമേജയ. സരമ കലിയടങ്ങാതെ ചീറി. സാധാരണമോ അസാധാരണമോ ആയിക്കൊള്ളട്ടെ, ഏതു നായ്ക്കുട്ടിയും എന്റെയാണ്. എന്റെ പാവം കുഞ്ഞിനെ നീ ഭയപ്പെടുത്തി, വേദനിപ്പിച്ചു. നിനക്കറിയുമോ, ജീവിയുടെ ഏറ്റവും വലിയ ഭയം തന്നെയാണ്. ഇത് നാന്ദിയിൽ പറഞ്ഞ് അതിനുശേഷമാണ് 1-ാം അധ്യായത്തിലേക്ക് വരുന്നത്. പാഞ്ചാല ദേശത്തെ ദ്രുപദ രാജാവിന്റെയും മഹാറാണിയുടെയും മകനായ നിരമിത്രൻ, ആ പാഞ്ചാല ദേശത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ദ്രുപദന്റെ ഏറ്റവും പ്രിയപ്പെട്ട സേവകനായ വിപുലനുണ്ട്. അവിടെയുള്ള ഗണിക, നിരമിത്രന്റെ തോഴി കൂടിയായ വിശാഖ, ഇവരൊക്കെയാണ് പാഞ്ചാല ദേശത്തിനകത്തെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പോ നിരമിത്രൻ എന്ന രാജകുമാരന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നു. ദശാർണ രാജ്യത്തെ ഹിരണ്യവർമാവിന്റെ മകള്, അവിടുത്തെ ദശാർണത്തെ രാജകുമാരിയുമായിട്ടാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. ആ കല്യാണത്തിലേക്ക്, വിവാഹത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര കടന്നു പോകുന്നത് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നോവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനകത്ത് നോവലിലേക്ക് വരുമ്പോൾ ആ 1-ാം അധ്യായത്തിൽ കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ നോവലിനകത്ത് നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അത് എല്ലാ അധ്യായത്തിൽ നിന്നും ഇത്തരം ഓരോ വാക്യങ്ങൾ നമുക്ക് കിട്ടും. അത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് മഹാരാജാവെ, അവരെ ചുറ്റിപ്പറ്റി ഭയം നിൽക്കും, അതവർ ചുറ്റും വിതക്കുകയും ചെയ്യും. അതുപോലെ ഈ പരിക്കുപറ്റിയ സൈനികരെയൊക്കെ ആത്രേയകത്തിൽ വലിച്ചെറിയുന്ന കാര്യം പറയല്ലോ. അപ്പോ അതുപോലെ വരുമ്പോൾ ആ വലിയ രാജ്യമല്ലേ മഹാരാജാവേ, മനുഷ്യരുടെ എണ്ണം അവർക്കത്ര പ്രധാനമാവില്ല.
അതുപോലെ നിരമിത്രനെ കുറിച്ച് നിരമിത്രൻ തന്നെ കരുതിയിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അയാൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അയാളുടെ ഈ ലിംഗസ്വത്വം എന്നത് അയാൾക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. മറ്റു പലരുടെയും പ്രേരണകൾ പല ഘട്ടത്തിൽ പലതായി അയാളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോ അവിശ്വാസങ്ങളും നുണകളും കഥകളും പൊതിഞ്ഞ് പൊതിഞ്ഞ് താനൊരു മനുഷ്യനെ അല്ലാതായി തീർന്നുവെന്ന് അയാൾ വിശ്വസിച്ചു. ഇപ്പോ അതുപോലെ ഈ യാത്രയ്ക്കകത്ത് യാത്രയത്തിന്റെ പരാമർശം വരുന്നുണ്ട്. പാഞ്ചാല ദേശത്തിന്റെ ഭാഗമാണെങ്കിലും പൂർണ്ണമായും ആ സ്വദേശം പാഞ്ചാലത്തിന്റെ സ്വന്തമാണെന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഹസ്തിനപുരം അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ക്ഷേമത്തിന് വേണ്ടി ഹസ്തിനപുരം ഒരു താല്പര്യവും കാണിക്കാറില്ല. അതിർത്തി ഗ്രാമമാണ്, വനഭൂമികയാണ് ആത്രേയം. ഒരങ്ങാടിയിലും ചെലവാകാത്ത ചരക്ക് പോലെ അവരതിനെ അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാവും പലർക്കു മുന്നിലും പലതായി തുറന്നു വരുന്ന ദേശമാണത്. അവിടെയാണ് ആത്രേയം എന്നത് പലർക്കു മുന്നിലും പലതായി തുറന്നു വരുന്ന ദേശമാണ്. പാഞ്ചാലത്തിന്റെ സത്രമാണ്, വൈദ്യഗ്രാമമാണ്, ആയുധ പരിശീലന കളരിയാണ്, പിതൃഭൂമിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആത്രേയത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ വരുന്നത്. വിശാഖയെ കുറിച്ച് പറയുമ്പോൾ വിശാഖ എന്ന ഗണിക ആ രാജകുമാരന്റെ മുന്നിൽ വെച്ച് പോലും അംഗരക്ഷക പ്രമാണിയുടെ കടുത്ത ശാരീരിക പീഡനത്തിന് ഇരയാകേണ്ടി വരുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ചും അതിനകത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത്തരം വിശാഖമാർ ഇന്നും നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ്, മനുഷ്യരുടെ പക്കൽ സമയമാണ് തീരെയില്ലാത്തത്. വെറുതെ ജീവിക്കുകയല്ലാതെ കാര്യമായി ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്തൊരു അടയാളപ്പെടുത്തലാണ്. അങ്ങനെ നിരമിത്രൻ സംഘവും ദശാരണത്തെത്തുകയും അവിടുത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നിരമിത്രനും വിപുലനുമായുള്ള ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്, സൈന്യത്തെ നയിക്കാനും ഭരിക്കാനും ശക്തിയാണ് വേണ്ടതെന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ശക്തിയും ബുദ്ധിയുമല്ല, യുക്തിയാണ് പലപ്പോഴും വൻ യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്ന്. അതുപോലെ വേറൊരു കാര്യം അതിനകത്ത് പറയുന്നത്, വരാനിരിക്കുന്ന സന്തോഷത്തെ പോലും ആശങ്കയോടെ സമീപിക്കേണ്ടി വരിക എന്നത് ചിലരുടെ വിധിയാണ്. സന്തോഷത്തെ നേരിടാനും ധീരത വേണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് എല്ലാ അധ്യായത്തിനകത്തു നിന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് ഈ നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പാഞ്ചാല ദേശത്ത് നിന്ന് ദശാരണത്തേക്ക് പോയി അവിടുത്തെ രാജകുമാരിയെ കല്യാണം കഴിച്ച് തിരിച്ചുള്ള യാത്രയില് രാജകുമാരി ആദ്യ രാത്രിയിൽ തന്നെ മനസ്സിലാക്കുന്നത് തന്റെ കൂടെയുള്ള നിരമിത്രൻ എന്ന രാജകുമാരൻ ആണാണോ പെണ്ണാണോ എന്ന് സംശയം വരുന്നു. ആണല്ല എന്ന് അവർ തീരുമാനിക്കുന്നു. നിരമിത്രന്റെ പുരുഷത്വത്തില് സംശയം പ്രകടിപ്പിച്ച രാജകുമാരി അവിടെ നിന്ന് തിരിച്ച് ദശാരണത്തേക്ക് മടങ്ങി പോവുകയാണ്. നിരമിത്രന്റെ കൂടെ പാഞ്ചാല ദേശത്തേക്ക് എത്തുന്നില്ല. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് നിരമിത്രൻ അപമാനിക്കപ്പെടുകയാണ്. ആ അപമാന ഭാരവും തലയിലേറ്റി പാഞ്ചാല ദേശത്തെത്തുന്ന നിരമിത്രനെ സ്വന്തം പിതാവ് തന്നെ തള്ളിപ്പറയുകയാണ്. അല്ലെങ്കിൽ പാഞ്ചാല ദേശത്ത് തന്നെ പരിഹാസ കഥാപാത്രമായി നിരമിത്രൻ മാറുകയാണ്. തന്റെ മകന്റെ ദുർഗതിയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മഹാറാണിയെയും വലിച്ചു വെച്ചുകൊണ്ട് നിരമിത്രന്റെ റൂമിലേക്ക് ദ്രുപദൻ പോകുന്നതിനെ കുറിച്ച് നോവലിനകത്ത് അടയാളപ്പെടുത്തലുണ്ട്. ഒരു മകൻ ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ച ആണ് ദ്രുപദ മഹാരാജാവ് തന്റെ മകന്റെ മുന്നിൽ കാഴ്ചവെച്ചത്. ദ്രുപദന്റെ അലർച്ചയിൽ നിരമിത്രൻ പിടുങ്ങി. പാടകെട്ടി കലങ്ങിച്ചു വന്ന കണ്ണ് അയാൾ ആ ദൃശ്യത്തിനു നേരെ പണിപ്പെട്ട് തുറന്നു. ദ്രുപദൻ പ്രചണ്ഡമായ വേഗത്തോടെ റാണിയെ ഭോഗിക്കുന്നത് നിരമിത്രൻ നോക്കി നിന്നു. നോക്ക്, ഇതാണ്, ഇങ്ങനെ പറ്റുമോ നിനക്ക്? പുരുഷനാണോ നീ? ദ്രുപദൻ ആവർത്തിച്ചു ചോദിച്ചു. അല്ല അല്ല അല്ല, ഞാനിതല്ല. നിരമിത്രൻ ശബ്ദമില്ലാതെ വിക്കി. കണ്ണുകൾ അപ്പാടെ ഒലിച്ചു പോകുന്ന പോലെ നിർത്താതെ ഒഴുകി. എങ്കിൽ പോ പോ. ദ്രുപദൻ ഉന്മാദത്തോടെ റാണിയിലൂടെ കുതിച്ചു പാഞ്ഞു. എന്തുമാത്രം മനോഗതയായിരിക്കും ആ മനുഷ്യൻ അവിടെ വെച്ച് അനുഭവിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നത് ആ പേജിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ അപമാനിക്കപ്പെട്ട നിരമിത്രൻ പാഞ്ചാലദേശം വിടുകയും പാഞ്ചാല ദേശത്ത് നിന്ന് ആത്രേയത്തിലേക്ക് ഒരു അർദ്ധജീവനുമായിട്ടാണ് എത്തുന്നത്. അവിടെ എത്തുന്ന നിരമിത്രനെ ആത്രേയത്തില് രക്ഷപ്പെടുത്തുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും
അവിടുത്തെ വൈദ്യ ചികിത്സകനായ വയോവൃദ്ധനായ ചൂടകനും അദ്ദേഹത്തിന്റെ ചെറുമകളായ ഇളയും അവരുടെ സഹായിയായ ബലനും ഒക്കെയാണ്. അതിനകത്ത് ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്, ഗദൻ. പാഞ്ചാല ദേശത്തിന്റെ സൈനികനായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ പരിക്ക് പറ്റിയതിനു ശേഷം അവിടെ ഉപേക്ഷിക്കപ്പെട്ട ആളാണ് ഗദൻ. ഗദനും അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം അവരുടെ സഹായിയായി അവിടെ കൂടിയതാണ്. ഗദൻ നാഗനാണ് എന്നുള്ള ഒരു കാര്യം പിന്നീട് വരുന്നുമുണ്ട്. അങ്ങനെ ആത്രേയകത്തിലെ ചികിത്സയാണ് നിരമിത്രനെ വീണ്ടും ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നത്. അപ്പോ അതിനകത്ത് ഇളയും നിരമിത്രനും തമ്മിലുള്ള ഒരുപാട് ഐക്യപ്പെടലുകളുണ്ട്. ഇളയും ബലനും തമ്മിലുള്ള ബന്ധം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, സ്വന്തം ദേശങ്ങളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് തിരസ്കരിക്കപ്പെട്ടവരാലും അവർക്ക് ആരായാലും അവർക്ക് ഇവിടെ ഒരിടമുണ്ട്, മരിച്ചവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും. ആത്രേയത്തിന്റെ കാര്യം അതാണ്. ഒരു ചെറുജീവനുമായി അവിടെ എത്തിയാൽ അവര് സംരക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോ നിരമിത്രൻ അവിടെ എത്തി ചൂടകനും ഇളയും കൂടി നിരമിത്രനെ രക്ഷപ്പെടുത്തുന്നതാണ്. കണ്ണിൽ നിന്ന് ഒരു ജന്മം മുഴുവൻ കുതിച്ചൊഴുകിയിരുന്നു. കാതിൽ നിന്ന് അപരിചിതമായ ഒരു സ്ത്രീയുടെ നിലവിളികളും ആക്രോശങ്ങളും പറിച്ച് കളഞ്ഞിട്ടും പോകാത്തതിനാൽ ദൂരേക്ക് പറക്കുകയായിരുന്നു. ഭീഷണമായ ഒരു പുരുഷ ശബ്ദത്തിന്റെ മുരൾച്ചകളും മാറ്റങ്ങളും കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുറന്നു വെക്കാനുള്ള ഒരു കൽപ്പന കാതടപ്പിക്കുന്ന മട്ടിൽ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞുവെന്ന് തോന്നിയതും ശരീരം കുഴഞ്ഞ് നിരമിത്രൻ ഇളയുടെ കൈകൾക്കിടയിലൂടെ ഊർന്നു വീണു. അങ്ങനെയാണ് അവിടെ നിരമിത്രന്റെ ചികിത്സ. അവിടുത്തെ കുടിലിൽ, ചൂടകൻ ഒരുക്കിയ കുടിലിൽ ചികിത്സ നടക്കുകയും പിന്നീട് അതിനിടക്ക് നിരമിത്രൻ അവിടെ എത്തുന്നതിന് മുമ്പേ ഒരു യക്ഷനുമായുള്ള കൂടിക്കാഴ്ച, യക്ഷന്റെ പുരുഷത്വം നിരമിത്രന് താൽക്കാലികമായി കൊടുക്കുകയും നിരമിത്രന്റെ സ്ത്രൈണഭാവം യക്ഷനിലേക്ക് കൈമാറുകയും ചെയ്യുന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് എക്കാലത്തേക്കും അടയാളപ്പെടുത്തലാണ് കലാപങ്ങളെക്കാൾ ഭയക്കേണ്ടത് ചില ശാന്തതകളെയാണ് എന്നുകൂടിയുണ്ട്. അതുപോലെ ഈ ആത്രേയകവും അതിന്റെ സൗന്ദര്യവും ഭൂമിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ വരുന്ന ഒരു കാര്യമാണ്, ഒരു സംഭാഷണ ശകലമുണ്ട്. ഒരു കാര്യം കൂടി, ഭൂമി സുന്ദരമാണെങ്കിലും എല്ലാവർക്കും അങ്ങനെയല്ല. അത് മനസ്സിലാവാൻ ശൂദ്രയോനിയിലോ സ്ത്രീയായോ നപുംസകമായോ ജനിക്കണം. ഇത് വർണ്ണവ്യവസ്ഥയുടെ നിരർത്ഥകതയെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ, അല്ലെങ്കിൽ ജാതീയതയുടെ പാർശ്വവൽക്കരണത്തിന്റെ ഒക്കെ പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ ഒരു സംഭാഷണ ശകലത്തിൽ ചെയ്യുന്നത്. അതെല്ലാ കാലത്തേക്കും നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അവിടെ മാത്രം ഉള്ള ഒരു പ്രശ്നമല്ല. മനുഷ്യർക്ക് പൂർവാശ്രമങ്ങൾ മുൾപടർപ്പ് പോലെയാണ്. എവിടെ തൊട്ടാലും എങ്ങോട്ട് തിരിഞ്ഞാലും മുറിയും. വകവെക്കാതെ നടന്നാൽ പിന്നിൽ നിന്ന് കൊളുത്തി വലിക്കും. അങ്ങനെ ഇളയും ചൂടകനും നൽകിയ ചികിത്സയ്ക്ക് ശേഷം നിരമിത്രൻ ദശാർണ രാജാവിന്റെ പൗരുഷ പരിശോധനക്ക് വിധേയനാകേണ്ടി വരുന്നുണ്ട്, പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ദശാർണത്തിലേക്കുള്ള യാത്രയിൽ വെച്ചാണ് വിശാഖ എന്ന തോഴിയെ നിരമിത്രനെ നഷ്ടപ്പെട്ടത്. അവർ തമ്മിൽ പിന്നീട് കൂടിക്കാഴ്ച നടക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം ഈ പൗരുഷ പരിശോധനയിലാണ്. അങ്ങനെയാണ് ആത്രേയകത്തിനകത്ത് നിന്ന് പാഞ്ചാല രാജധാനിയിലേക്ക് നിരമിത്രൻ പോവുകയും അവിടെ വെച്ച് ദശാർണ രാജാവിന്റെ കൂടെ വന്ന സംഘം, അതിനകത്ത് ഒരു പ്രായമുള്ള സ്ത്രീയുണ്ട്, ഒരു വിടനുണ്ട്, ഒരു ഗണികയുണ്ട്. ആ ഗണിക വിശാഖയായിരുന്നു. അവരുടെ പൗരുഷ പരിശോധനക്ക് നിരമിത്രൻ നിന്നുകൊടുക്കേണ്ടി വരുന്നു. അതിനുശേഷം ആ പരിശോധന വിജയിക്കുകയും അവിടെ പാഞ്ചാലത്തില് ഒരു വിജയാഘോഷം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് അതിനു മുന്നായിട്ട് നടക്കുന്ന മറ്റൊരു സംഭവമാണ് ദ്രുപദ രാജാവിന്റെ രണ്ടാം ഭാര്യയായി ഹരണി എത്തുന്നതും ഹരണിയും മക്കളും രാജാകൊട്ടാരത്തിലേക്ക് താമസം മാറുന്നതും. ഇപ്പോ ഹരണിയുടെ ദ്രുപദ രാജാവിന്റെയും മക്കളാണ് ദൃഷ്ടനും കൃഷ്ണയും. അപ്പോ കൃഷ്ണയ്ക്ക് ആ മഹാറാണിയോടുള്ള സ്നേഹം അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് നിരമിത്രൻ ഈ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചു വീണ്ടും ആത്രേയത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഈ കൃഷ്ണയും മഹാറാണിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണ ശകലത്തിൽ മഹാറാണി കൃഷ്ണയോട് പറയുന്നുണ്ട്, അമ്മമാരെയും ഭയക്കണം,
അമ്മമാർക്ക് മക്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, അമ്മമാർക്കാണ് മക്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുക. ആ കരുതലും കാവലുമാണെന്ന്, അത് കരുതലും കാവലുമാണെന്ന് പറയും. പക്ഷേ സൂക്ഷിക്കണം, ജീവദായകമായ ജലത്തിനും തൊണ്ടയിൽ തങ്ങി മനുഷ്യരെ കൊന്നുകളയാൻ പറ്റും. ഇത് കൃഷ്ണയോട് മഹാറാണി പറയുന്നതാണ്. അതുപോലെ മറ്റൊരു ഘട്ടത്തിൽ വേറൊരു ഇതിനകത്ത് പറയുന്നത്, അവനവനൊഴിച്ച് മറ്റാർക്കും ബുദ്ധിയില്ലെന്ന് കരുതുന്നവർ സത്യത്തിൽ വിഡ്ഢികളാണ്. അവർക്ക് അങ്ങനെ ആയിരിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കരുത്. ദ്രുപദൻ അസഹതയോടെ കൈയുയർത്തി അലറി. ഇത് എല്ലാ കാലത്തേക്കും എഴുതപ്പെട്ട ഒരു സംഭവമാണ്. എവിടെയും ആപ്റ്റാവുന്ന ഒരു വാചകമാണ്. അതുപോലെ മറ്റൊന്ന് പറയുന്നത്, ഏറ്റവും വലിയ മാന്ത്രികൻ മറ്റാരുമല്ല, സമയമാണ് എന്ന്. അങ്ങനെ പിന്നൊരു ഘട്ടത്തില് നിരമിത്രൻ ദശാരണത്തിലേക്ക് പോകാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് അത് പിന്നെ ദശാരണ രാജാവ് വീണ്ടും ആവശ്യപ്പെടുന്നതും രാജകുമാരി നിരമിത്രനെ കാണാൻ ആവശ്യപ്പെടുന്നതുമായ ഒക്കെ കാര്യമുണ്ട്. അവിടെ വിശാഖ സംസാരിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഒരിക്കൽ സ്നേഹിച്ചുപേക്ഷിച്ചത് എന്ത് തന്നെയായാലും വീണ്ടും സ്വീകരിക്കുന്നത് മൃതശരീരത്തിൽ നിന്ന് മാലയെടുത്തണിയുന്നത് പോലെയാണ്. അതുപോലെ മറ്റൊരു സംഭാഷണ ശകലമാണ്, അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും സൂക്ഷിക്കണമെന്ന സാമാന്യ തത്വം സഹോദരങ്ങൾക്കും ബാധകമാണ്. ശത്രുക്കളാവണമെന്നില്ല. ഭിന്ന രുചിയുള്ള മനുഷ്യരായാൽ പോലും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് ചെലവഴിക്കാൻ സാധിക്കുന്ന നിമിഷങ്ങൾക്ക് പരിധിയുണ്ട്. ഇതിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടും ആവർത്തിക്കുന്നില്ല. പ്രണയം തിരസ്കരിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നത് പലർക്കും മരണതുല്യമാണ്. അങ്ങനെ ഈ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഓരോ അധ്യായത്തിനകത്തും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നീട് ഈ ദൃഷ്ടൻ, ഞാനിത് ചുരുക്കുകയാണ്, ദൃഷ്ടൻ കൃഷ്ണയ്ക്ക് വേണ്ടി സ്വയംവരാലോചന നടത്തുകയും അങ്ങനെ എത്തിപ്പെടുന്നത് പാണ്ഡവരുടെ ഇടയിലാണ്. പാണ്ഡവരുമായിട്ട് സംസാരിക്കുകയും, അപ്പോൾ ആ സമയത്ത് പാണ്ഡവര് ബ്രാഹ്മണ വേഷം ധരിച്ച് വേഷപ്രച്ഛന്നരായി ജീവിക്കുന്ന കാലമാണ്. അങ്ങനെ കൃഷ്ണയെ അർജുനൻ വിവാഹം കഴിക്കുകയും കൃഷ്ണയെ 5 പേരുടെയും ഭാര്യയായി കരുതണമെന്ന് കുന്തി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ കൃഷ്ണയെ കുറിച്ച് പറയുമ്പോൾ നമ്മള് ദ്രൗപദി എന്നും പാഞ്ചാലി എന്നും ഒക്കെ കേട്ട് പരിചയിച്ച കൃഷ്ണ, ദ്രൗപദി എന്നോ പാഞ്ചാലി എന്നോ ഒരു വിശേഷണം ഈ ആത്രേയകം എന്ന നോവലിനകത്ത് കൃഷ്ണയ്ക്കില്ല. കൃഷ്ണ തന്നെയാണ്. കൃഷ്ണ അനുഭവിക്കേണ്ടി വരുന്ന മനോവ്യഥകൾ അതിനകത്ത് മറ്റൊരു അടയാളപ്പെടുത്തലായിട്ടുണ്ട്. അത് അർജുനനെ വിവാഹം കഴിക്കുകയും ഒടുവിൽ 5 പേർക്ക് ഭാര്യമാരായി തീരേണ്ടി വരികയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള, അപ്പൊ അവിടെ എങ്ങനെ ആയിരിക്കണം സപത്നി. അതുപോലെ ഇവര് പിന്നീട് എല്ലാവർക്കും അവരുടേതായ ഭാര്യമാർ വേറെയുണ്ട്. അപ്പൊ അർജുനൻ അതിനുശേഷം വീണ്ടും കല്യാണങ്ങൾ കഴിക്കുന്നുണ്ട്. അത് ചിത്രാംഗതയെ കല്യാണം കഴിക്കുന്നുണ്ട്. ഉലൂബിയുമായിട്ട് ബന്ധമുണ്ട്. ഉലൂബിക്ക് ഇരാവാൻ എന്ന മകനുണ്ട്. അതുപോലെ സുഭദ്രയായിട്ടാണ് അർജുനന് ഏറ്റവും അടുത്ത പ്രണയമുണ്ടായിരുന്നത് എന്നൊക്കെ ഇതിനകത്ത് അടയാളപ്പെടുന്നുണ്ട്. അപ്പോ അത് കൃഷ്ണ തന്നെ പറയുന്നുണ്ട്. അർജുനന് അത് കൃഷ്ണയോട് 5 ഭർത്താക്കന്മാരിൽ ഏറ്റവും കുറവ് മാത്രം സംസാരിക്കുന്നത് അർജുനനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കൃഷ്ണയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, അത് 5 ആൾക്കും ഭാര്യയായിട്ട് കൃഷ്ണ നിൽക്കുമ്പോൾ കൃഷ്ണയുടെ എന്താ പറയാ യൗവനം വീണ്ടും വീണ്ടും തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ട് കൃഷ്ണയെ ചികിത്സിക്കാനായി ആത്രേയകത്തിൽ നിന്ന് ഇളയെ പാഞ്ചാലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൃഷ്ണയുടെ ചികിത്സകയായിട്ടാണ് ഇള അവിടെ എത്തുന്നത്. അപ്പൊ ഇളയോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഈ കാര്യങ്ങള് കൃഷ്ണ പറയുന്നുണ്ട്. ഏറ്റവും കുറവ് സംസാരിക്കുന്നത് അർജുനനാണ്. പക്ഷെ എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അത് ഏറെയും അസ്ത്രങ്ങളെയും അവയുടെ പ്രയോഗങ്ങളെയും കുറിച്ചാണ്. അയാൾക്ക് കൃഷ്ണയും ഒരു അസ്ത്രമാണ്. ചെവിയോളം വലിച്ചു പിടിച്ച് ത്രസിപ്പിച്ച ശേഷം പൊടുന്നനെ വിട്ടയക്കുന്നുണ്ട്. അവൾക്കാകട്ടെ അർജുനൻ നിരാശ നിറഞ്ഞ ആനന്ദമായിരുന്നു. നിറഞ്ഞിരിക്കുന്ന ചഷകമാണെങ്കിലും തുള്ളികൾക്ക് പോലും കണക്കുണ്ട്. അങ്ങനെ അർജുനന്റെ മറ്റ് വിവാഹങ്ങള് അതിൽ നേരത്തെ പറഞ്ഞ ചിത്രാംഗത, സുഭദ്ര ഒക്കെ വരുന്നുണ്ട്. പിന്നെ പാണ്ഡവ കൗരവ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പറയുമ്പോൾ
പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നേർക്കുനേരെയുള്ള ഏത് യുദ്ധവും എത്ര കഠിനമാണെങ്കിലും ജയസാധ്യതയുണ്ട്. പക്ഷെ പാളയത്തിൽ പടയുണ്ടാവുകയാണെങ്കിൽ അത് അപകടമാണ്. വിഷപ്പാമ്പുകൾക്കൊപ്പം ജീവിക്കുന്നത് പോലെ ആണിത്. അത് കരുതിയിരിക്കണം. അങ്ങനെ അതുപോലെ പിന്നീട് ഈ അർജുനന്റെ മകനായ ഉലൂബിയിൽ ജനിച്ച ഉലൂബി എന്ന് പറയുന്നത് അവര് നാഗ വംശജരാണ്. അവരെ ഉലൂബിയെ കല്യാണം കഴിച്ചതിന് പിന്നിലുള്ള ഒരു ഇതുണ്ട്. അതുപോലെ ഇരാവാന്റെ മരണം തന്നെ ഒരു ബലിയാണ്. അത് പറയുമ്പോഴും പറയുന്നുണ്ട്, വൃക്ഷത്തിന്റെ തായ്തടി ആരോഗ്യത്തോടെ വളരാൻ നാലുപാടും പരക്കുന്ന ശാഖകൾ വെട്ടിക്കളയുക തന്നെ വേണം. വലിയ രാജകുടുംബങ്ങളിൽ അതൊക്കെ സ്വാഭാവികമാണ്. അതല്ല സംഭവിക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ്. അപ്പോ പിന്നെ അവിടെ ഇവരൊക്കെ ആദ്യം ഘടോൽക്കചനും ഹിഡുംബിയും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. യുദ്ധത്തിനകത്ത് പാഞ്ചാലവും അതുപോലെ തന്നെ ഈ പാണ്ഡവരോടെയും കൂടെ ആയിരുന്നില്ല ആദ്യഘട്ടത്തില് ഘടോൽക്കചനൊക്കെ. എന്നിട്ട് വിതുരര് ഘടോൽക്കചനെ കാണാൻ, അതായത് ഈ നാഗന്മാരെയൊക്കെ കൂടെ കൂട്ടാൻ വേണ്ടി ഘടോൽക്കചനെ കണ്ട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തുന്നത് നിരമിത്രനെയാണ്, വിതുരർ. അങ്ങനെ വിതുരരുടെ അപേക്ഷ പ്രകാരമാണ് ഘടോൽക്കചൻ അവന്റെ സൈന്യത്തെ കൂട്ടി പാണ്ഡവരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നത്. അപ്പോ അതിനകത്ത് അതിനു മുന്നേ തന്നെ ഈ ഉലൂബിയുടെ മകൻ ബലിയായി നൽകപ്പെടുന്നുണ്ട്, ഇരാവാൻ. അപ്പൊ ഇരാവാന്റെ ദുഃഖം ഉലൂബിയിൽ ഉണ്ടാക്കുന്നത്, ഉലൂബിയുടെ ആത്മസംഘർഷങ്ങൾ, അതൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോ യുദ്ധം തുടരുകയാണ്. യുദ്ധത്തിനകത്ത് അഭിമന്യു കൊല്ലപ്പെടുന്നു. അങ്ങനെ രണ്ടു പക്ഷത്തുമുള്ള കാര്യങ്ങള് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ അതുപോലെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒടുവിൽ ഭീമന്റെയും അതുപോലെ തന്നെ ഭീമനും ഒരു സന്ദേശം അയക്കുന്നുണ്ട് ഘടോൽക്കചന്. അപ്പോഴും ഹിഡുംബി സംശയത്തോടു കൂടിയാണ് ആ സന്ദേശത്തെ കാണുന്നത്. അങ്ങനെ ഒടുവിൽ പക്ഷേ ഘടോൽക്കചനും പാണ്ഡവപക്ഷത്തിന് വേണ്ടി പോരിൽ ഇറങ്ങുകയാണ്. അപ്പോ ഏതാണ്ട് 10 ദിവസത്തോളം നിരന്തരമായി ഈ നിരമിത്രനും യുദ്ധത്തിനകത്ത് പങ്കാളിയാണ്. അപ്പോ അങ്ങനെ ഭീഷ്മർക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന നിരമിത്രൻ, അപ്പോ ഇത്രയും നേരമായി എനിക്കത് തോന്നിയിട്ടില്ല രാജകുമാര, ഇതിന് ഞാൻ തന്നെ ധാരാളം മതി എന്ന് നിരമിത്രൻ പറയുന്നുണ്ട്. അപ്പോ ഭീഷ്മരെ നേരിടാൻ സഹായം വേണമെന്ന ചോദ്യത്തിനാണ്. അപ്പോഴാണ് പറയുന്നത്, വിഡ്ഢിത്തം പറയാതിരിക്കൂ, പിതാമഹൻ നപുംസകത്തോട് യുദ്ധം ചെയ്യില്ല, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം താങ്കൾ ജീവനോടെ ഇരുന്നത്. അത് 10 ദിവസം യുദ്ധമുഖത്ത് ധീരതയോടെ പോരാടിയിട്ട് ആ 10 ദിവസത്തെ ജീവിതം ഒറ്റയടിക്ക് ഇല്ലാതാവുന്നത് കണ്ട് നിരമിത്രൻ ശൂന്യനായി പോയി എന്നാണ്. അവിടെയും അയാളുടെ യുദ്ധമുഖത്ത് പോലും അയാളുടെ ലിംഗസ്വത്വം വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അപ്പോ ഇതിനിടയില് ഈ പറയുന്ന ഘടോൽക്കചനെയൊക്കെ പോലുള്ള ചെറിയ ചെറിയ സംഘങ്ങളെയൊക്കെ തന്നെ യുദ്ധമുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് പറയുന്നത്, ചുള്ളിക്കമ്പുകൾ ചവിട്ടിയൊടിക്കാം, പക്ഷേ ചുള്ളിക്കമ്പുകളുടെ കെട്ടിന്റെ കാര്യത്തിൽ അതത്ര അനായാസമല്ല എന്നോർക്കണം എന്നത്. ഇതാണ് ഒരു പത്രസമ്മേളനത്തിനകത്ത് ഗോവിന്ദൻ മാഷ് ഉദ്ധരിച്ച ഒരു കോട്ട് ആത്രേയത്തിനകത്ത്. സാന്ദർഭികമായിട്ട് അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ അതുപോലെ ഈ ഘടോൽക്കചനൊക്കെ തിരിച്ച് യുദ്ധമുഖത്തേക്ക് എത്തുമ്പോൾ അശ്വസേനൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അശ്വസേനൻ, അത് ഘടോൽക്കചൻ പാണ്ഡവപക്ഷത്ത് യുദ്ധത്തിന് ഇറങ്ങുമെന്ന് അശ്വസേനൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അവിടെയാണ് ഘടോൽക്കചനെ പാണ്ഡവപക്ഷത്ത് യുദ്ധമുഖത്ത് അശ്വസേനൻ കാണുന്നത്. അപ്പൊ പറയുന്നതാണ്, നിർണായക സന്ദർഭത്തിൽ സ്വപക്ഷത്തെ തിരിച്ചറിയാനാവാത്ത വരുന്നതിനെയാണ് ഒറ്റ് എന്ന് പറയുക. അതിന് കൂട്ടുനിന്ന എല്ലാ മഹാത്മാക്കൾക്കും അശ്വസേനന്റെ നമസ്കാരം. അങ്ങനെയാണ് നിരമിത്രന്റെ കഥ. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം അധികരിച്ചു. ഇപ്പോ ഇത് തന്നെ ആരെങ്കിലും കേൾക്കൂ എന്നറിയില്ല. അപ്പോ ഇതിനകത്ത് ഒരുപാട് ആളുകളുടെ മനോവ്യഥകൾ ഇതിനകത്ത് വരുന്നുണ്ട്. നിരമിത്രൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉലൂബിയുടെ സങ്കടമുണ്ട്, ഇളയുടെ ദുഃഖമുണ്ട്, വിശാഖയുടെ ദുഃഖമുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പാണ്ഡവപക്ഷത്തുള്ള ധർമാധർമ്മങ്ങൾ എന്ന് പറയുന്നതിനെ വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? പാണ്ഡവർ ചെയ്തത് തികച്ചും, പാണ്ഡവപക്ഷത്തുള്ളവർ ചെയ്തത് തികച്ചും ധർമ്മമായിരുന്നില്ല എന്ന അടയാളപ്പെടുത്തൽ കൂടിയുണ്ട്. അതുപോലെ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എത്തുന്നതില്
നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സംഘമുണ്ട്, കലാക്ഷേപ സംഘം. ഈ സംഘത്തിന്റെ മുഖം എവിടെയും ആവരണം ചെയ്യപ്പെടുന്നില്ലെങ്കിലും രാജകൊട്ടാരങ്ങളിലെ കാര്യങ്ങള് ഉള്ളതും ഇല്ലാത്തതും എന്ന് വെച്ചാൽ രാജാവിന്റെ മേന്മയെ, രാജാവിന്റെ സൈനിക ശക്തിയെ ഒക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച് പറയലാണ് ഈ കലാക്ഷേപ സംഘത്തിന്റെ പണി. അവര് പിന്നെ രാജ്യത്തിനകത്ത് നിന്ന് വിവിധ ഗ്രൂപ്പുകളായി പോയി അവിടുന്ന് പിന്നെയും പിരിഞ്ഞ് ഓരോ സ്ഥലത്ത് പോയി രാജവംശത്തിന്റെ അവരുടെ കഥയുടെ അവദാനങ്ങളൊക്കെ വാഴ്ത്തിപ്പാടും. അപ്പോ ഈ കലാക്ഷേപ സംഘം എന്നത് വർത്തമാനകാലത്തും നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് അതിന് ഏറ്റവും വലിയ പ്രചാരണം നടക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ വർത്തമാനകാല ഇന്ത്യയിൽ അത്തരം കലാക്ഷേപ സംഘത്തെ കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആത്രേയം എന്ന നോവല് വായിക്കുമ്പോൾ നമ്മളെ ഉള്ളു പൊള്ളിക്കുന്നുണ്ട്, കണ്ണ് നനയിക്കുന്നുണ്ട്, ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ആത്രേയം എന്ന നോവലിലേക്ക് രാജശ്രീ ടീച്ചർ എത്തിയ കാര്യം എന്നെങ്കിലും ഒരിക്കൽ ടീച്ചറെ നേരിൽ കാണാനുള്ള അവസരം ഉണ്ടായാൽ ചോദിക്കാനായി മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പോഴെല്ലാവർക്കും ആശംസകൾ. വായിക്കാൻ പറ്റുന്നവരൊക്കെ ഈ നോവൽ വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.